അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ ഒരു കമൻറ്റ് വായിക്കാണ് കേട്ടോ. സീനത്ത് സീനത്ത് നയൻ എന്നുള്ള ഐഡിയിൽ നിന്നാണ് കേട്ടോ നമുക്കിത് ലഭിച്ചിട്ടുള്ളത്. മലപ്പുറം മുത്തേ, ഞാൻ ഇന്ന് മക്കത്താണ്. കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി. 6 ദിവസമായി വന്നിട്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. വല്ലാത്ത ആഗ്രഹമുണ്ട് ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മളുടെ ഇടയിൽ ഒരുപാട് ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൽ എത്തുവാനും മുത്തഹബീബിൻ്റെ ചാരത്ത് എത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് പറയുവാനും കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഇങ്ങനെ മക്കത്തെത്തിയിട്ട് നമുക്കൊരു മെസ്സേജ് കമൻ്റായിട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിട്ടോ. നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് പോയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരട്ടെ. അത് മഖബൂലും മബ്രൂറുമായ ഉംറയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സഹോദരിയുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരട്ടെ. കൂട്ടത്തിൽ ഞങ്ങളുടെയും പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരി ഈ ഒരു ഭാഗം കേൾക്കുകയാണെങ്കിൽ ദുആ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഒരുപാട് ആളുകളുണ്ട് അല്ലേ, നമ്മളെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഉംറ ചെയ്യാൻ, അത് ആ പരിശുദ്ധമായ ഭൂമിയിലൊന്ന് കാല് കുത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പോകാനും കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം അവിടെ പോയി കണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമ്മളുടെ കണ്ണിൽ നിന്ന് ആ മക്കയും മദീനൊന്നും മായൂല എന്നാണ് പറയണത്. അതായത് ആ കഅബ ഷരീഫിൻ്റെ ആ ഒരു എന്താ പറയുക അല്ലേ, ആ കഅബ, അതുപോലെ പുണ്യ മദീന, അത് കണ്ണിൽ നിന്ന് മായൂല. ആ പരിശുദ്ധമായ ഭൂമിയിൽ എത്തിച്ചേർന്നാൽ നമുക്ക് പഠിച്ചവനെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. എത്ര അല്ലാ റബ്ബേ, അത് മറക്കാൻ കഴിയണില്ലല്ലോ. കഴിയുമെങ്കിൽ വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറ്. അത് ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്കൊരു മടുപ്പ് വരുമല്ലോ. പക്ഷേ മക്കയിലും മദീനയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞത് വീണ്ടും 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 കാണുവാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും എന്നൊക്കെയാണ് എല്ലാവരും കണ്ടു വന്നവരൊക്കെ പറയണത് കേട്ടോ. കാരണം ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പടച്ച റബ്ബിൻ്റെ വിളിയാളം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ലഭിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളിതിൽ ഉംറയ്ക്കും ഹജ്ജിനും പോകാത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യമെങ്കിലും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടപ്പോഴേ വല്ലാത്ത സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ച് കേട്ടോ. എന്തായാലും ആ സഹോദരിക്ക് നല്ല രീതിയിൽ ഉംറയൊക്കെ നിർവഹിച്ച് റാഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നാട്ടിലെത്തുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് എൻ്റെ വീട്ടിലേക്ക് വന്നു, നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആഗ്രഹം എന്താണത്രേ? അതെ, പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ എനിക്ക് അവിടെ മറപ്പെട്ട് പോകണം, അവിടെ മരണപ്പെടണം എന്നതാണത്രേ ആ ഒരു സഹോദരിയുടെ ആഗ്രഹം. അതെ, പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ അല്ലേ. അവർ പറഞ്ഞു എനിക്ക് അവിടെ അന്തിയുറങ്ങാനാണ് താമസം. നമുക്ക് എന്തായാലും ഒരു അന്തിയുറക്കം ഉണ്ടാവുമല്ലോ, നിർബന്ധമാണല്ലോ അല്ലേ. കുല്ലു നഫ്സിൻ ദാഹിഖത്തുൽ മൗത്ത് എന്നാണല്ലോ, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുമെന്നുള്ള. അപ്പോൾ നമുക്ക് ഉറപ്പാണ് മരണം ഉണ്ടാവും എന്നുള്ളത്. അത് ആ പുണ്യഭൂമിയിൽ നിന്നാകുമ്പോൾ റബ്ബേ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സ്റ്റോറി, എൻ്റെ വല്യമ്മയുടെ ആങ്ങളൻ്റെ മോളിട്ടോ. അവരുടെ അതിയായ ആഗ്രഹമായിരുന്നു പുണ്യ മദീനത്ത് അല്ലെങ്കിൽ പുണ്യ മക്കയിൽ എനിക്ക് അന്തി ഉറങ്ങണം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നിട്ട് അവർ കല്യാണം കഴിച്ച് ഒഴിവാക്കി, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ഇതൊക്കെ ആയിട്ട്. പക്ഷെ അവരുടെ നെയ്യത്ത് പോലെ തന്നെ മയ്യത്ത് എന്ന് പറഞ്ഞ പോലെ അവർ ആ പുണ്യഭൂമിയിലെത്തി. 2 വർഷമായി അവിടെ അന്തി ഉറങ്ങാണ്. അത് 2 വർഷം മുമ്പ് പോയതാണ് ഉംറക്ക് വേണ്ടിയിട്ട്. എന്നാൽ അവിടെ എത്തി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. അവരെന്നാ പുണ്യ ഭൂമിയിൽ അവിടെ അന്തി ഉറങ്ങാണ്. എന്തായാലേ ഭാഗ്യം, അതൊരു ഭാഗ്യം തന്നെയാണ്. പഠിച്ചോനെ അല്ലാ റഹ്മാനെ, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ, പഠിച്ചോനെ, അമീൻ. പ്രിയപ്പെട്ടവരെ, കഥയിലേക്ക് പ്രവേശിക്കാട്ടോ. ഇതിനു മുമ്പ് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഇത് നമുക്ക് വന്ന് ഈ കമൻറ്റ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. അതും പുണ്യ ഭൂമിയിൽ വെച്ച് നമുക്ക് വേണ്ടി കമൻറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോരിത്തരിക്കൽ. അള്ളാഹു നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ദുആ ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഹാജറ
സലാം എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് അവർ സ്ഥിരമായിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്യുന്നവരാണ്. അവരിൽ നിന്നും ഒരുപാട് നല്ല നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മൾ പരസ്പരം ദുആ ചെയ്യുക ഒരു കുടുംബമല്ലേ, അങ്ങനെ പറഞ്ഞ ഒരുപാട് നല്ല കമൻറ്റുകൾ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള മറിയം MTP എന്നൊക്കെ പറയുന്ന അവരൊക്കെ ആ കമൻറ്റുകളൊക്കെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ നിങ്ങൾക്കൊന്നും പലർക്കും അതറിയില്ല, കമൻറ്റ് ചെയ്യാൻ അറിയില്ല മോളെ എന്ന് പറയാം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. നമ്മുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഇത് എഴുതാൻ കഴിയൂല അല്ലേ. മനസ്സിൽ ആഗ്രഹങ്ങൾ എന്തൊക്കെ എഴുതണം പറയണമെന്നുണ്ടാവും, പക്ഷേ അത് എഴുതാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. ഒന്നും വിഷമിക്കണ്ട കേട്ടോ. എല്ലാവരും നമ്മളെ ഇതിൽ ഓരോ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നതാണ്. അതൊക്കെ നമ്മളെ ചാനലിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്രാർത്ഥനയ്ക്ക്. അതൊക്കെ പഠിച്ചോ സ്വീകരിക്കട്ടെ എന്തൊക്കെ തന്നെയല്ല. അപ്പോൾ നമ്മളെ കാണാനില്ലാഞ്ഞാൽ എവിടെ മുത്തേ 10 മണിയായി, ഇന്ന് കഥയില്ലേ, അല്ലെങ്കിൽ ഇന്ന് സ്റ്റോറി ഉണ്ടാവൂലേ, എന്താ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുന്ന, അല്ലെ വിളിച്ചല്ല ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ. ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്തിട്ടോ അല്ലാ എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന, എൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരില്ലേ നമ്മുടെ ഈ സ്റ്റോറിയിൽ. എത്രങ്ങാനും ആൾക്കാരാണ്. അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ നമുക്ക് ഇത്രയും ആൾക്കാരെ, നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ കിട്ടുക എന്ന് പറയുമ്പോൾ എന്തൊരു ഭാഗ്യമാണല്ലേ. അത്രക്കും അതാ ഞാൻ പറഞ്ഞത്, ഈ യൂട്യൂബൊക്കെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലും ഒരു ദുആ ചെയ്യും, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലും നമ്മളും ദുആ ചെയ്യും. അതുതന്നെയല്ലേ ഏറ്റവും വലിയത്. ഇനി കാണാനും ഒന്നിനും കഴിയില്ലെങ്കിലും പരസ്പരം ദുആ ചെയ്യാന്ന് വെച്ചാൽ അതും വലിയൊരു കാര്യം തന്നെയല്ലേ. അത് സുഖമില്ലാതൊക്കെ ആരെങ്കിലും നിന്ന് പറഞ്ഞാലും ഒക്കെ പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്ത ഒരു പക്ഷേ അള്ളാഹു ആരുടെയെങ്കിലും ഈ കൂട്ടത്തിൽ എത്രയോ നല്ല ആൾക്കാരുണ്ടാവും, അവരുടെ ദുആ പഠിച്ചോ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം ദുആ ചെയ്യുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയൊരു കാര്യം. കാണാൻ കഴിയില്ല, ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, എങ്കിലും നമ്മളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അതുതന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തു തരട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട ദിവസമാണല്ലേ നാളെ. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് പുതുപ്പറമ്പിലേക്ക് പോകണമെന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കേരളാസ് നമ്പർ 1 മദ്രസ, സമസ്തയുടെ 1-ാം നമ്പർ മദ്രസ, ഞാൻ പഠിച്ച മദ്രസയാണ് കേട്ടോ. സമസ്ത 1-ാം നമ്പർ മദ്രസ ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പാണ്, അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു മദ്രസയുടെ റാലി എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന മദ്രസയാണ്. അപ്പോൾ ആ ഒരു മദ്രസത്തെ റാലി കാണാൻ എല്ലാ വർഷവും ഇൻഷാ അല്ലാ ഞാൻ പോകലുണ്ട്. ഇന്നും ഞാൻ പോകും ഇൻഷാ അല്ലാ. എന്നിട്ട് നാളെ റാലിയൊക്കെ ഞാൻ അടുത്ത് വീഡിയോ ഒക്കെ വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക നമ്മുടെ മുത്ത് ഹബീബിന് വേണ്ടിയിട്ട്. നമ്മുടെ മുത്ത് ഹബീബിൻ്റെ മദ്ഹ് പാടല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ അല്ലേ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ നബിദിനം എങ്ങനെ ആഘോഷിക്കാറുണ്ടോ? മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഇന്നലെ പിന്നെ സഫമോളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടികൾക്ക് ക്ലാസ്സിൻ്റെ അകത്തു നിന്നായിരുന്നു പാട്ട്. അത് ഞാൻ വിടണ്ട് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആൺകുട്ടികളുടെ പരിപാടിയൊക്കെ നാളെ ആയിരിക്കുമല്ലോ അല്ലേ. 12-നാണ് അവിടെയൊക്കെ എല്ലായിടത്തും, ചിലയിടത്ത് പിറ്റത്തെ ആഴ്ച അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കട്ടോ. എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ കഥയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം പിടിക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതൊന്നും സാരമില്ല കേട്ടോ. നമ്മൾക്ക് ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം ഉണ്ടാവും, അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ എല്ലാവരും പെട്ടെന്ന് ജയിക്കൂലല്ലോ. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലല്ലേ, അല്ലെങ്കിൽ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ഉയർച്ച, ഒരു താഴ്ചക്ക് ഒരു കയറ്റുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാമല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇനി കഥയിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പം ദേഷ്യം പിടിക്കും. കഥക്ക് കാത്തിരിക്കുന്ന എത്രയോ അമ്മമാരുണ്ടാവും. ഓക്കെ ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മുടെ സെമീറയും കുഞ്ഞുങ്ങളും പോയി അല്ലേ ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സെമീറയെ അതാ നെഞ്ചോട് ചേർക്കുന്നു. മോളെ ഷെമി, എന്തേക്ക? പിന്നെ എന്തായാലും പടച്ച റബ്ബ് നൽകിയ ഭാഗ്യമാണല്ലേ ഞമ്മക്ക് ഐഷുമ്മയെ. അത് തീർച്ചയായും ഭാഗ്യം തന്നെയാണ്, വേറൊന്നുമല്ല, അത് ഉറപ്പാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെ നമുക്ക് പറയാം. ഞാനൊക്കെ ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലേക്കാ. ഞാൻ എന്നെ മച്ചിയായവരെല്ലാവരും എന്നെ തള്ളിയ സമയത്ത് പോലും ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവേ
റഹ്മാനെ, നീ എനിക്ക് മക്കളെ തന്നില്ലെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം, റഹ്മാനെ, ജീവിതം ഹൈറാണെങ്കിൽ റഹ്മാനെ എനിക്ക് നീ ജീവിതം തരണം. റഹ്മാനെ, എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ അല്ലാഹ് നീ എനിക്ക് മരണം നൽകണേന്ന് ഞാൻ എപ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ അതാ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ക്ഷമേ, എൻ്റെ കുട്ടിക്ക് ജീവിതമല്ല ഇപ്പോൾ ഹൈറ്. അതെ ഉസ്താദെ, ഐഷുമ്മയുടെ അരികിൽ എത്തിപ്പെട്ടതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. എനിക്കൊരു സോലിഹായ ഭർത്താവിനെ ഐഷുമ്മ തന്നു. ഇപ്പോഴിത് 2 മക്കളെയും അല്ല 3 മക്കളെയും അള്ളാഹു എനിക്ക് നൽകി. എൻ്റെ ഐഷുവിനെ അതാ ഉസ്താദ് ചേർത്ത് പിടിച്ചു. മോളെ, എപ്പോഴും ഉമ്മാൻ്റെ കൂടെ. ഞാൻ ഉമ്മച്ചിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും, വാവകളൊക്കെ നോക്കും. അതെ മോളെ. സത്യം പറഞ്ഞാൽ ഉസ്താദിന് വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം അത് മറച്ചു വെച്ചിരുന്നു. മറ്റൊന്നുമല്ല കാര്യം. എനിക്കെൻ്റെ ഈ വിവാഹത്തിന് തയ്യാറാവാൻ കാരണം മറ്റൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹറ, അവൾ ഇന്ന് 6 അടി മണ്ണിലാണ്. അവൾ അന്ന് എനിക്ക് സ്വപ്നം കാണിച്ചു തന്ന ആ ഒരു കാര്യമാണ് ഉസ്താദ് ഓർത്തത്. അന്ന് അവളിൻ്റെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ തോന്നി. ഉസ്താദേ, അതെ, പിന്നെണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? അതെ, ഉസ്താദ് കണ്ട സ്വപ്നം, അതെ, സമീറയെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഉസ്താദിനെ വീണ്ടും വീണ്ടും വന്നപ്പോഴായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു എനിക്ക്. ഇനി ഒരിക്കൽ പോലും ഞാൻ വിവാഹം കഴിക്കില്ല. ഞാൻ എൻ്റെ പൊന്നുമോളെയും കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോളാം. കാരണം എൻ്റെ പൊന്നുമോളെ ഞാൻ വളർത്തിയത് കഴിയുന്നതും പള്ളിയിലാണ്. പിന്നീട് അവളുടെ ഉമ്മമ്മയായിരുന്നു ആദ്യം അവൾക്ക് താങ്ങും തണല ആയിരുന്നത്. എന്നാൽ ഉമ്മമ്മ കൂടി നഷ്ടപ്പെട്ടതോടെ എൻ്റെ കുട്ടി അനാഥമാകുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവളെ പള്ളിയിൽ വളർത്തി. അങ്ങനെ പള്ളിയിലെ ഉച്ചമയക്കത്തിലാണ് എൻ്റെ അരികിലേക്ക് സുഹറ കടന്നു വന്നത്. സമീറയെ കല്യാണം കഴിക്കണമെന്നും നമ്മുടെ മോളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞത്. അങ്ങനെയാണ് ആ സ്വപ്നം പുലരുന്നത്. ഇന്ന് എൻ്റെ സമീറ എനിക്ക് അൽഹംദുലില്ലാ വളരെയധികം പ്രിയപ്പെട്ടവളായി മാറി. എൻ്റെ കുഞ്ഞുങ്ങളെയും അവൾ പ്രസവിച്ചു. എൻ്റെ ആയുഷക്ക് കൂട്ടായി മാറി. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. പടച്ച റബ്ബേ, അൽഹംദുലില്ലാ. എന്നാലും അള്ളാഹു ഉസ്താദിനെ അവൾ വിളിച്ചു. എന്താ ഷെമി? നിങ്ങൾ പോകണം. എങ്ങോട്ട്? അതെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട്. എങ്ങോട്ട്? അത് യേശുവിൻ്റെ ഉമ്മയുടെ ഖബറിടത്തിലേക്ക്. ഷെമി, നീ? അത് ഇക്കാക്ക് കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നു. ഐഷുവിന് 2 അനിയൻ കുട്ടികളെ കിട്ടിയിരിക്കുന്നു. അതെ, അവളെ സംരക്ഷിക്കുവാനുള്ള 2 ആങ്ങളമാർ അവൾക്ക് പിറന്നിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ സുഹൃത്തയോട് പോയി പറയണം. എന്നാൽ അത് കേട്ട ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു. അദ്ദേഹത്തിന് ആ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഷെമി, എന്താ ഉസ്താദേ? ഷെമി, ഞാനത് നിന്നോട് പറയാൻ വേണ്ടി നിൽക്കായിരുന്നുണ്ട്. അപ്പോഴേക്കും നീ പറഞ്ഞല്ലോ. അതേ, കുഞ്ഞുങ്ങളെ എന്നോട് പറഞ്ഞതാണ് നമ്മുടെ ഐഷുവിന് കൂട്ട് വേണ്ടതെന്ന്. ഐഷു ഒറ്റക്കല്ലേ, അതുകൊണ്ട് തന്നെയാണ് നിന്നെ കല്യാണം കഴിച്ചത്. ഷെമി, സത്യം പറയാലോ, പടച്ച റബ്ബെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണത്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് അവളുടെ ഖബറിനരികിലൊന്ന് പോകണം, എൻ്റെ ഐഷുവിനെയും കൂട്ടി. അള്ളാഹുവാണ് സത്യം. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണത്. കാരണം സുഹൃത്തിയായിരിക്കും എനിക്ക് ഇതെല്ലാം ഉണ്ടാവാൻ കാരണക്കാരിയായത്. ഷെമി, സത്യമായിട്ടും അവരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുമായിരിക്കും അല്ലേ? അതെ, അത് മരണപ്പെട്ടു പോയാലും അവരുടെ മനസ്സിൽ എൻ്റെ ഇക്കയെക്കുറിച്ചുള്ള അവരുടെ ഇക്കയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അല്ലേ, മോളെക്കുറിച്ചും. എന്നാൽ ഉസ്താദ് പറഞ്ഞു, മോളെ, സത്യമായിട്ടും പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ഉണ്ടായത്. തീർച്ചയായും അങ്ങ് പോകണം. എന്നാൽ ഈ ഒരു കാര്യം ഷമ്മാസിനോട് പറയണം. ഉസ്താദ് കാറിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ ഷമീറിയെയും കൊണ്ടുപോകണം. എന്നിട്ട് 2 കുഞ്ഞുങ്ങളെയും എന്തായാലും പിടിച്ചു കൊണ്ടുപോകണം. അതിനൊരാളുടെ സഹായം കൂടിയേ തീരൂ. ഉസ്താദിന് ബോധ്യമായി. പക്ഷേ ഈ ഒരു കാര്യത്തിനും ഷമ്മാസിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന്
അവരുടെ ആ ഫ്ലാറ്റിൻ്റെ ബെൽ മുഴങ്ങുന്നത്. അല്ല, ആരായിരിക്കും? ഉസ്താദ് പെട്ടെന്ന് അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോയി. അല്ല, എന്നാൽ വാതിൽ തുറന്ന ഉസ്താദ് ഒരു നിമിഷം ഞെട്ടി. കുഞ്ഞോ? മാഷാ അല്ലാ. ഉസ്താദ് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞാൻ ഉസ്താദിനെ കണ്ടില്ല. അപ്പോൾ പിന്നെ അത് ശരി, ഞാൻ പള്ളിയിൽ നിന്ന് കുറച്ച് മുമ്പേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇരിക്കു കുഞ്ഞു, എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ, സുഖം തന്നെ. കുഞ്ഞു, പിന്നെ ഞാനിങ്ങനെ എവിടെ മക്കളിതാ ഞാനേ പള്ളിയിലൊന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ മക്കളെയും കൂടെ എൻ്റെ ആദ്യ ഭാര്യയുടെ കബറിങ്ങിലൊന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് അങ്ങനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഓ അങ്ങനെ, അത് ശരി. അതിനെന്തേ ഉസ്താദേ, പോവാലോ, ഞാൻ വണ്ടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ല കുഞ്ഞു, അത് കൊണ്ടുപോകാം, വിഷയമില്ല. ഞാനിപ്പോൾ നോ പ്രോബ്ലം. അതിനെന്താ, ക്ഷമിത്ത കയറിക്കോളി, അതാ മക്കളെയും കൊണ്ട് കയറിക്കോളി, നമുക്ക് പോകാലോ. നമ്മളെന്തേ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അത് സാധിപ്പിക്കണം. അതാണല്ലോ ഞാൻ വണ്ടിയും കൊണ്ട് വന്നത്. എടാ കുഞ്ഞു, കൃത്യസമയത്ത് നീ ഇവിടെ എത്തിയല്ലോ, അതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. എങ്ങനെ ഇപ്പം ഞാൻ പഠിച്ച റബ്ബിനോട് ഇങ്ങനെ വിചാരിച്ചു. കാരണം എപ്പോഴും ഷമ്മാസാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. ഷമ്മാസിനെ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് ഒരിക്കൽ പോലും നിങ്ങൾ വിഷമിക്കണ്ട. വരൂ, ഞാൻ വണ്ടിയുമായി വന്നാണല്ലോ, ഇതിൽ കയറാം, നമുക്ക് പള്ളിയിലേക്ക് പോകാം. അല്ല കുഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുഞ്ഞു എന്തിനാ ഇങ്ങോട്ട് വന്നത്? സത്യം പറയാലോ, ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല. അത് എന്നെ ഒരാൾ ഏൽപ്പിച്ച ഒരു കാര്യത്തിനായിരുന്നു. അതായത് ഉസ്താദിൻ്റെ കയ്യിലെ ഉസ്താദേ, ഞാൻ അവിടെ കുഞ്ഞിൻ്റെ മുടി കളച്ചിലായിരുന്നു. അപ്പോഴേ അതിൻ്റെ ഇറച്ചി തന്നിരുന്നു. അത് ഞാൻ സത്യം പറയാലോ, അതെടുക്കാൻ മറന്നു. ഞാൻ ഡിക്കിയിൽ വെച്ച് പോന്നൊക്കെയാണ്. അതിപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഉസ്താദ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെയല്ലേ, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം. അല്ല, തിരക്കില്ല വല്ല. അവൻ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ കയറി വേഗം കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ഇറച്ചി എടുത്തു കൊണ്ടുവന്നു. അതെ, നല്ല മട്ടനാണ്. പിന്നെ ഉസ്താദിനെ പ്രത്യേകമായിട്ട് കൊടുക്കണമെന്ന് ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി കൂടിയാണേ. അപ്പോൾ അവന് കുറച്ച് ക്യാഷിലേക്കാണ്. അപ്പോൾ പള്ളിയിൽ ഉസ്താദിന് വേണ്ടി പ്രത്യേകമായിട്ട് പള്ളിയിൽ ഉസ്താദിനുണ്ട്, അതുപോലെ തന്നെ ഐഷുമാക്കുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനത് ഇന്ന് പിന്നെ ഷോപ്പ് ലീവാണ്. അപ്പോൾ പിന്നെ ആദ്യം ഇവിടെ പള്ളിയിൽ കൊടുത്ത് പിന്നെ പുത്തൻപീടി തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഓ അങ്ങനെയല്ലേ, അങ്ങനെയാണെങ്കിൽ അല്ലല്ല കുഴപ്പമില്ല, അത് നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴി അങ്ങനെ അങ്ങോട്ട്. അല്ല കുഞ്ഞൊന്നാലേ കൊണ്ടുപോയി കൊടുത്തു വാ. എന്നാൽ നിങ്ങൾ മാറ്റി നിൽക്കൂ, അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോയി കൊടുത്തു വരാം. മോനെ കുഞ്ഞു ചായ കുടിച്ചിട്ട്. അല്ലിത്ത വേണ്ട, ഇപ്പോൾ അത് വേണ്ട. ഞാൻ പിന്നെ നബിദിനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഷമ്മാസിൻ്റെ ഷോപ്പ് ക്ലോസ് ആണ് 2-3 ദിവസമായിട്ട്. കാരണം ഷമ്മാസ് പറഞ്ഞു, നബിദിനൊക്കെ അല്ലേ, നമ്മൾ പഠിച്ച റബ്ബിനോട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമല്ലേ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് ഷോപ്പ് തുറക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇന്നലെ ഇന്നും ലീവാണ്, എല്ലാവർക്കും ലീവ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹബീബിൻ്റെ ഉമ്മത്തികളല്ലേ, അപ്പോൾ പിന്നെ നമ്മളല്ലേ അതിൽ കൊണ്ടാടേണ്ടത്. എടാ മോനെ, ശരിയാണ്, നീ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നബിദിനത്തിൽ പോലെ എതിർക്കുന്ന പല ആളുകളുണ്ട്. പക്ഷേ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഹബീബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. ഹബീബിൻ്റെ മദഹ് പറയാമെന്നൊക്കെ വെച്ചാൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. വേറെയുള്ള പലതിനും വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ നമ്മുടെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലല്ല പുറം രാജ്യങ്ങളിൽ ഫുട്ബോൾ, പ്രത്യേകിച്ച് അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ, അതിൻ്റെയൊക്കെ ആരാധകർ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത് അല്ലേ. ഫ്ലെക്സുകളും ടി വികളും എല്ലാം എത്ര രൂപ ചിലവഴിച്ചിട്ടാണ് എല്ലാവരും അതിനു വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് അത് ആഘോഷിക്കാൻ പലരും ബാക്കിലേക്കാണ്. അത് പലർക്കും ഇഷ്ടമല്ല. അവർക്ക് അതിനേക്കാൾ ഇഷ്ടം ഈ ഒരു ഫുട്ബോൾ താരങ്ങളോടായിരിക്കും. മെസ്സി, നെയ്മർ, എംബാപ്പെ, റൊണാൾഡോ, ലാമിൻ യമാൽ, അങ്ങനെയുള്ള താരങ്ങളെ നെഞ്ചിലേറ്റിയാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ മഹ്ശറയിൽ നമുക്ക് ഷഫാഅത്ത് നൽകാൻ അവരാരും വരില്ല. മെസ്സി വരില്ല, നെയ്മർ വരില്ല, റൊണാൾഡോ വരില്ല, ലാമിൻ യമാൽ വരില്ല, എംബാപ്പെ വരില്ല, ആരും വരില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ വരൂ നമുക്ക് ഷഫാഅത്തിന് വരെ. മരണസമയത്ത് വരെയും യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ
മുമ്പിൽ കരഞ്ഞതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എൻ്റെ ഉമ്മത്തിയെ രക്ഷിക്കണം അല്ലാ, അതായിരുന്നു നമുക്ക് വേണ്ടിയിട്ടാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മയെല്ലാം പറഞ്ഞു വന്നതും അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും. പക്ഷേ നമ്മൾ അങ്ങനെയും അത്രക്കും നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടാൻ പലരും പിറകോട്ടാണ്, ബാക്കിയുള്ളതിനെല്ലാം മുന്നോട്ട് തന്നെയാണ്. സത്യം പറയാലോ, ഇതൊക്കെ കുഞ്ഞു നിന്നെപ്പോലുള്ള യുവാക്കളാണ് നിനക്ക് മുൻപന്തിയിലേക്ക് വരേണ്ടത്. അത് ഉസ്താദേ, ഞാൻ 2 ദിവസമായിട്ട് ലീവാണ്. അതായത് എനിക്ക് നമ്മുടെ ഷോപ്പ് ഷമ്മാസിൻ്റെ ഷോപ്പൊക്കെ എത്രമാത്രം ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതെ, അത് വളരെയധികം ലൈറ്റുകളും തോരണങ്ങളൊക്കെ ആയിട്ടൊരു സന്തോഷമല്ലേ, ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമല്ലേ. ആ ഒരു സന്തോഷത്തിൽ അവിടെയൊക്കെ നമ്മുടെ അങ്ങാടികളിൽ അതിലൊക്കെ ഞാൻ ഫ്ലെക്സിനും അതിനും ഇതിനും അതുപോലെ അരങ്ങ് കെട്ടാനും ലൈറ്റ് എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട് ഉസ്താദേ. അതുതന്നെയാണ് വേണ്ടത് കുഞ്ഞു, നിന്നെപ്പോലുള്ള യുവാക്കളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. ശരിക്കും കുഞ്ഞുവിൻ്റെ വാക്കുകൾ കേട്ട ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു. കുഞ്ഞു, അതെ എന്നാ ഉസ്താദ് ഞാൻ ഇപ്പോൾ വരാം, നിങ്ങൾ ഒന്ന് റെഡി ആയിക്കൂടിട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു. അതെ, പുത്തൻ വീട് തറവാട്ടിലേക്ക് തൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയുടെ മുടികളച്ചിലിൻ്റെ ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുവാൻ. എന്നാൽ അവൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്തയുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, മിസ്രി അവളുണ്ടാവുമല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസം അവളെ കണ്ടപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് ശരിക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ റബ്ബേ. അതെന്തായിരിക്കും? നാണം കൊണ്ടായിരിക്കും. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ വൈകാതെ തന്നെ അവളെനിക്ക് കിട്ടുമല്ലോ. സന്തോഷത്തോടെ കുഞ്ഞു അന്ന് പുത്തൻ വീട് തറവാട്ടിലേക്ക് കുഞ്ഞുവിൻ്റെ കാറ് വീട്ടുമുറ്റത്തേക്ക് വന്നപ്പോൾ തന്നെ കുഞ്ഞു ശരിക്കും അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതെ, ഷമ്മാസെല്ലാം തിരക്കിലാണ്. കാര്യം മറ്റൊന്നുമല്ല, പുത്തൻ വീട് തറവാട് നബിദിനത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന തിരക്കിലാണ്. ശരിക്കും കുഞ്ഞു അത്ഭുതപ്പെട്ടു. അല്ലാഹുവേ, മുത്ത് ഹബീബിനോട് ഇത്രമാത്രം പ്രണയമുള്ള തറവാട്ടുകാർ, അത് പുത്തൻ വീട് തറവാട് തന്നെ എന്ന് പറഞ്ഞ് ഷമ്മാസ് പെട്ടെന്ന് കാഴ്ച കണ്ടു കുഞ്ഞു കാറുമായി വരുന്നത്. കുഞ്ഞു, മാഷാ അല്ലാ. ഷാമോൻക എന്തൊക്കെ? ഞാൻ ഹെൽപ്പ് ചെയ്യാട്ടോ. അതിനു മുമ്പ് ഒന്ന് പിടിച്ചാട്ടെ. അതെന്താടാ? അതൊക്കെയുണ്ട്, നല്ല മട്ടൻ ബിരിയാണി വെക്കാലോ എന്ന് പറഞ്ഞു കുഞ്ഞു വെറുതെ ഒന്ന് ബെല്ലടിച്ചു. ഷമ്മാസ് പുറത്തുണ്ടായിട്ടും ബെല്ലടിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അതെ കുഞ്ഞു മിസിരി എങ്ങാനും വന്നാലോ എന്നുള്ള രീതിയിലായിരിക്കും. മോളെ മിസിരിയേ. ഉമ്മ, ആരോ ബെല്ലടിച്ചിട്ടൊന്ന് പോയാക്കാണിമാരുടെ കുട്ടി. പിന്നെ ഷാമോൻ എന്തെങ്കിലും സാധനത്തിനേറ്റ കത്തിയോ എന്തെങ്കിലും ആണെന്നാവൊന്ന് പോയാക്കാണ്ടി. ഞാൻ ഉമ്മ ഇവിടെയാണ്. ആയിക്കോട്ടെ ഉമ്മ. അങ്ങനെ മിസിരി ചാരിയ വാതിൽ നേരെ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു. എന്നാൽ ഇറച്ചിപ്പൊതി നീട്ടി നിൽക്കുന്ന കുഞ്ഞുവിൻ്റെ മുഖമാണ് ശരിക്കും അവളുടെ മനസ്സിൽ ആദ്യം കണ്ടത്. പഠിച്ചോനെ, അവൾ ഒരു നിമിഷം ആകപ്പാടെ ഞെട്ടി. അതെ, കുഞ്ഞുവിൻ്റെ നോട്ടം മിസ്രിയുടെ കണ്ണുകളിലേക്കായിരുന്നു. മിസ്രി, അവൾ ശരിക്കും ഞെട്ടി. റബ്ബേ, അതെ, താൻ ഇതുവരെയും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞുവാണ് എൻ്റെ മുമ്പിലുള്ളത്. എന്താ ഇത്? പിടിക്കോ, ഇത് മട്ടനാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ. അപ്പോഴേക്കും ഐഷുമ്മ ആരാ മോളെ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് വന്നു. കുഞ്ഞു അങ്ങോട്ട് കയറിയിരിക്കും മോനെ. ഇതിപ്പോൾ എന്തേ മിസ്സിരി, എനിക്ക് വാങ്ങാൻ ഒരു മടി. ഉമ്മ ഇത് മട്ടനാണ്. അവൾ അപ്പോഴേക്കും അത് വാങ്ങി. അല്ല മോനെ, ഇതിൻ്റെ കൂട്ടുകാരനെ ഒരു കുഞ്ഞുണ്ടായത്, ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായൊരു കുഞ്ഞാണ്. അപ്പോൾ പിന്നെ മുടികളച്ചിലിന് ഇറച്ചിയ ഉസ്താദിനും അതുപോലെ പുത്തൻ വീട്ടിക്കൊക്കെ തരാൻ വേണ്ടി ഏൽപ്പിച്ചതായിരുന്നു. മാഷാ അല്ലാ. മോനെ, ഇത് മട്ടനാണല്ലേ? അതെ ഉമ്മ, നല്ല മട്ടൻ ബിരിയാണിയൊക്കെ വെച്ചോളി. പൊന്നാര് മോനെ, നാളെപ്പം നബിദിനല്ലേ? നബിദിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് എന്തെന്നില്ലാത്ത പെരുത്ത് മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇതൊക്കെ ഒന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ലേറ്റും അതും ഇതൊക്കെ നല്ലോണം പിടിപ്പിച്ചിരുന്നു. നാളെ ഇവിടെ ദഫും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതല്ലേ? ഇവിടെ മുറ്റത്ത് അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അൽഹംദുലില്ലാ. പിന്നെ മഴയാണ് പൊന്നാര മക്കളെ, മഴ ഇല്ല ഞാൻ മതിയായിരുന്നു. അല്ല, മഴ ഉണ്ടായിക്കോട്ടെ അല്ലേ? കുട്ടികൾ ഘോഷയാത്രയൊക്കെ ആയിട്ട് വരുമ്പോഴേ ഈ മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഓൾക്ക് ഇപ്പോൾ കുടയൊക്കെ ചൂടി വരാൻ ബുദ്ധിമുട്ടല്ലേ കാരം. അല്ലാ, ഏതായാലും പഠിച്ചവനെ മഴ പെയ്തോർത്ത മഴ അനുഗ്രഹമാണ്. പക്ഷേങ്കിൽ ഈ നബിദിനൊക്കെ ആവുമ്പോഴേ ഘോഷയാത്രയിൽ പിഞ്ചും പൈത മക്കളിങ്ങനെ നടന്നു പോവുമല്ലേ. പിഞ്ചും പൈത മക്കൾ മാത്രമല്ല, പ്രായമായവരും ഉണ്ടാവും, ബാല്യക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നാളത്തെ കാഴ്ച നമ്മുടെ മുത്ത് ഹബീബിനോടുള്ള പ്രണയം നമ്മൾ റോഡിലൂടെ ഇങ്ങനെ ഓല് പോകുന്നത് കാണണം. ഏതായാലും ഒക്കെ ഇങ്ങോട്ട് പുത്തൻ വീട് തറവാട് മുറ്റത്തേക്ക് ഇവിടെ ദഫ് വേണം, സ്കൗട്ട് വേണം, അതേപോലെ തന്നെ കുട്ടികളെ ഒരു ഫ്ലവർ ഷോ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കഴിച്ചണം. എനിക്ക് എൻ്റെ കണ്ണോണ്ടിട്ട് കാണാൻ എനിക്കിത് വലിയൊരു തൃപ്തിയാണ്.
അത് മാത്രമല്ല ഷാമോനിപ്പോൾ നാളൊക്കെ ഇടാനുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം മോനെ ഷാമോനെ എടാച്ചത് കൊണ്ടേ കൊടുത്തോ ഉമ്മ ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട് അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ അവരുടെ കയ്യിൽ കിട്ടും. ആയിക്കോട്ടെ പേക്കല്ല കേട്ടോ. കാരണം എല്ലാവർക്കും നല്ല ഈ അറബിയാളെ മാതിരി ഒരു കെട്ടുണ്ടല്ലോ ഒരു ചോന്ന ഇതുള്ള അങ്ങനെ ഒരു കെട്ടും വേണം. പിന്നെ അതുമല്ല പിന്നെ ഒരു വെള്ള ജുബിയാണ് ആൺകുട്ടികൾക്ക് മുഴുവനും കൊടുത്തിക്കണത്. പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ പർദ്ദി മഫ്തിയും ഓൽക്കിഞ്ഞിപ്പോൾ ജാതിയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഓലിഞ്ഞ് മദ്രസക്ക് വരികയാണെങ്കിൽ അത് ഇട്ട് വരട്ടെ. പിന്നെ ഓരോ അത്തർക്കുപ്പി അത് വലിയ പൂതി തന്നെയല്ലേ. അല്ലാ റഹ്മാനെ വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ് നാളെ. കുഞ്ഞോ ഉമ്മാൻ്റെ കുട്ടി ഉമ്മ ഞാനും തന്നെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. മിസിരിയെ കുഞ്ഞുന് ചായ ഉണ്ടാക്കടി ഉമ്മ. ഇപ്പോൾ വേണ്ട. എന്നാൽ മിസിരി അകത്തേക്ക് പോയിരുന്നു. മോളെ മിസിരിയെ അപ്പോഴേക്കും അവൾ ചായ ഉണ്ടാക്കി. ഉമ്മ ഇത് ചായ കൊണ്ടു കൊടുക്കടി ഓൻക്ക്. ഇനി എൻ്റെ അടുത്ത് തരിക ഇനിയിപ്പോൾ തോളിയും മറിയൊക്കെ നിങ്ങൾ കാണാനുള്ളത് കണ്ടക്കണം. ഇനിയിപ്പോൾ അതെ നിക്കാഹല്ലേ തൊടും പിടിച്ചണമൊന്നും ഇല്ലല്ലോ. ഒന്നിപ്പോൾ ചായ എടുത്തിട്ട് വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല അതിലിപ്പോൾ. മോനെ കുഞ്ഞോ കയറിയിരിക്കും. ഉമ്മ ഞാൻ പോട്ടെ. എന്നാൽ മിസ്സിരി അതാ അങ്ങോട്ട് വന്നില്ല. ഉമ്മ ഇത് ചായ അങ്ങോട്ട് കൊടുത്താളെ കുഞ്ഞേ, അതിന് പിന്നെ കാക്കേണ്ട ആവശ്യമില്ലല്ലോ. മിസ്സിരി അതാ ചായയുമായി മടിച്ചു നിന്നു. കാരണം അവളുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു. അവളത് പുറത്ത് കാണിച്ചില്ല. ചായ ഐഷുമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇത് കൊടുത്തോളേ. മോനെ എൻ്റെ കുട്ടി ഇങ്ങോട്ട് ഇരിക്കുക. എന്താണെന്നോ ഓൾക്കൊരു നാണും മാനൊക്കെ. ഓളെന്ന് വെച്ചാൽ നല്ല പെൺകുട്ടിയല്ലേ. അപ്പോൾ പിന്നെ പുറത്തു പോക്കൊന്ന് ഇറങ്ങാൻ മടിയേക്കാറ്. സാറിലൊക്കെ ശരിയായിക്കോളും. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നാണും ലജ്ജയൊക്കെ മാറിക്കോളും. ഇപ്പം പിന്നെ അങ്ങനെ ആദ്യത്തെ കാണുമ്പോഴേ അതുണ്ടാവും. കുട്ടി ഇരിക്കി. എന്നാൽ അപ്പോഴേക്കും അതാ കുഞ്ഞുവിന് ഷമ്മാസ് വിളിക്കുന്നു. കുഞ്ഞു കഴിഞ്ഞോ വാ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. എന്നാൽ അപ്പോഴേക്കും കുഞ്ഞു ഓർത്തു റബ്ബേ ഷാമോൻക്ക് ഇതാ വരുന്നു. എൻ്റെ പൊന്നാര ഷാമോനെ ഓന്നൊരു തുള്ളി ചായൻ്റെ എല്ലാം കുടിക്കട്ടെ. എന്താ എനിക്ക് ഇത്ര വലിയ തിരക്ക്? അവിടേക്ക് ആയിട്ടൊന്നും ഇല്ലല്ലോ, നേരം ഉണ്ടല്ലോ. അല്ലുമ്മ മഴ പെയ്യുമ്പോഴത്തേന് ഞാൻ ഇപ്പം വരാം. അങ്ങനെ അതാ കുഞ്ഞു ചായ കുടിച്ചു. ഐഷുമ്മ നൽകിയ ഷമ്മാസ് ഓരോ പണിയിലാണ്. അതിൻ്റെ കൂടെ 2 പണിക്കാരും ഉണ്ട്. നല്ല രീതിയിൽ പുത്തൻ വീട് തറവാടിൻ്റെ ചുറ്റുഭാഗത്തുമായി ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. തോരണങ്ങൾ തൂക്കിയിരിക്കുന്നു. പുണ്യ റബീഇന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അതാ പുത്തൻ വീട് തറവാടിൻ്റെ മുന്നിൽ വലിയൊരു ബോർഡും വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മിന്നി തിളങ്ങുന്നുണ്ട്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു പഠിച്ചോനെ മഴയാണല്ലോ. ഈ കോലം മഴയാണെങ്കിൽ ആ കുട്ടികളെ അല്ലാ ഏതായാലും പഠിച്ചോനെ അനുഗ്രഹമാണ്, ശരി തന്നെയാണ്. എന്നാലിപ്പോൾ ആ കുട്ടികൾ കുടയും കൊണ്ടൊക്കെ വരുമ്പോഴേ ആ ചളിയിൽ കൂടി വെള്ളത്തിൽ കൂടെ ഒക്കെ ഒരു ഇടങ്ങാറയിക്കാരം. അള്ളാഹുവേ ഒരു ഉച്ച വരെയെങ്കിലും നീ മഴ ഒന്ന് ഇങ്ങോട്ട് കുറച്ച് തരണേ അല്ലാ. കാരണം ആ മക്കളെ വിചാരിച്ചിട്ട് നിൻ്റെ ഹബീബിൻ്റെ ജന്മദിനല്ലേ അല്ലാ. പഠിച്ചോൻ എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. എന്നാൽ ഐഷുമ്മ ഓർത്തു റബ്ബേ ആ മക്കളെല്ലാവരും നല്ല ചുവന്ന തലയിൽ കെട്ടും നല്ല അറബി വേഷത്തിലുള്ള കന്തൂറയും ധരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു മനോഹരമായ രംഗം ഐഷുമ്മയുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ഐഷുമ്മ ഒരു നിമിഷം മനസ്സിൽ അത് കണ്ടു. അതെ ദഫ് മുട്ടിക്കൊണ്ട് ആ മക്കൾ കടന്നു വരുന്ന മനോഹരമായ ആ രംഗം ആയിഷമ്മയുടെ ഹൃദയം അതിനു വേണ്ടി കൊതിച്ചു. അതെ പുണ്യ റബീഇനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് നബിദിനത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഉൾക്കൊള്ളുവാൻ അതാ നമ്മുടെ ഐഷുമ്മ കാത്തിരുന്നു. റബ്ബേ അല്ലാ റാഹത്തോടു കൂടി മക്കൾക്ക് നല്ല രീതിയിൽ എല്ലാം ചെയ്യുവാനുള്ള ഭാഗ്യം, നല്ല രീതിയിൽ കളിക്കുവാനുള്ള, നല്ല രീതിയിൽ മദ്ഹ് പാടുവാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. നാളെ മക്കൾക്കുള്ള ഘോഷയാത്രക്ക് പങ്കെടുക്കുന്നവർക്കുള്ള എല്ലാ ഫുഡും കാര്യങ്ങളുമെല്ലാം പുത്തൻ വീട് തറവാട്ടിൽ ഒരുക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഐഷുമ്മ കഴിഞ്ഞ വർഷത്തെ നബിദിന ഓർമ്മകളിലേക്ക് അതാ മനസ്സ് കൊണ്ടുപോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ. കമൻ്റ് ഇട്ടവർക്കും കമൻ്റ് ഇടാത്തവർക്കും എന്നോട് ഇഷ്ടമുള്ള എല്ലാവർക്കും പടച്ച റബ്ബ് എന്തായാലും അനുഗ്രഹം ചൊരിയട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്